ഇന്ന് ഡിന്നറിന് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൽ കയറിയതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതിനു വേണ്ട പല സാധനങ്ങളും എൻ്റെ കയ്യിലില്ലാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യാഷൊക്കെ ഒന്ന് എണ്ണി തെറ്റിപ്പെടുത്തിയതിന് ശേഷം ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ പോയി കേട്ടോ. പോകുന്നതിനിടയിൽ ഇതാ കുറച്ച് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു, അതും അങ്ങ് ഇട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മിനി സൂപ്പർ മാർക്കറ്റ്. അവിടെ ചെന്ന് എനിക്ക് വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടതാ നേരെ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പുറത്തു പോയാൽ പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഫോണൊക്കെ കളിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ വീണ്ടും കിച്ചണിൽ കയറിയത്. അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്, അതിൽ അണുക്കളേക്ക് ഒന്ന് കൊല്ലാൻ വേണ്ടിയിട്ടേ. ഗോബി മഞ്ചൂരിയൻ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു ഡിഷാണ് കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ ഹോസ്റ്റൽ ലൈഫ് തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഓണർ ചാർഖണ്ഡുകാരായിരുന്നേ. ഞങ്ങളവിടെ പ്ലെയിൻ ഗസ്റ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഹിന്ദിയാണല്ലോ സംസാരിക്കുക, ഞങ്ങൾക്കാണെങ്കിൽ ഹിന്ദി വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഒപ്പിക്കും കേട്ടോ. നല്ല സ്നേഹമായിരുന്നു അവർക്ക്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പല പല സാധനങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ കൊണ്ടുത്തരും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു തരും കേട്ടോ. എല്ലാ വീക്കെൻഡ്സിലും ഞങ്ങൾക്ക് ഒന്നെങ്കിൽ പാനിപൂരി അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ, ഇതിലേതെങ്കിലും ഒന്ന് കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് ഈ ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷെ അവർ കൂടുതലും വാങ്ങി തരാറ് പാനിപൂരി ആയിരുന്നു. ഒരു ദിവസം പാനിപൂരിക്ക് പകരം അവർ നമുക്ക് ബേൽപൂരി എന്തോ കൊണ്ടു തന്നു. ഞങ്ങൾക്ക് ആർക്കും അത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിച്ച് ബാക്കി കളഞ്ഞു. പക്ഷേ കളഞ്ഞത് അവർ കണ്ടേ. അവർ ഞങ്ങളോടത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കും ആകെ സങ്കടമായി. എന്തുകൊണ്ടാണ് കഴിക്കാനെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത്, അതിനേക്കാൾ ഇഷ്ടം ഞങ്ങൾക്ക് ഗോബി മഞ്ചൂരിയനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഗോബി മഞ്ചൂരിയൻ കൊണ്ടുതരും കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇനി അവർ ഞങ്ങൾക്ക് ഒന്നും വാങ്ങി തരത്തുണ്ടാവില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. പിന്നെ അവർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗോബി മഞ്ചൂരിയൻ കൊണ്ടുതരും. ശരിക്കും അത് ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. ഞങ്ങളും അതിനുവേണ്ടി കാത്തിരിക്കാറുണ്ട്. അവർ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ പറയും ഇന്ന് നമുക്ക് മിക്കവാറും ഗോബി മഞ്ചൂരിയൻ കിട്ടുമെന്ന്. അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ അത് കിട്ടുമ്പോൾ. അങ്ങനെ കഥ പറഞ്ഞ് തീർന്നപ്പോഴേക്കും എൻ്റെ ഗോബി മഞ്ചൂരിയനും റെഡി ആയിക്കേ. അപ്പോഴേക്കും ഇവിടെ നിന്ന് നൈവർ എനിക്ക് നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫും തന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ കുശാലായി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ബൈ ഗായ്സ്.